شهر رمضان الذي أنزل فيه القرآن. അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദ്. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലെ മനോഹരമായ ദിനരാത്രങ്ങളിലൂടെ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന അല്പം സുദീർഘമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന ഒരു അനുഭവം ഇതാണ്. ഒരിക്കൽ കുറച്ചു സ്വഹാബിമാർ നബിയുടെ അടുക്കൽ വന്നൊരു പരാതിയുമായി വരികയാണ്. അവരുടെ പരാതി, നബിയെ, ധനികരായ സമ്പത്തുള്ള ആളുകൾ എല്ലാ പുണ്യങ്ങളും കൊണ്ടുപോവുകയാണ്. യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂം വയതസദ്ദഖൂന ബിഫുളൂലി അംവാലിഹി. നബിയെ, അവർ ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നു. വയസൂമൂൻ, അവർ നോമ്പെടുക്കുന്നു ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ. അതിനൊക്കെ പുറമെ ഞങ്ങൾക്ക് സാധിക്കാത്ത ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അതെന്താണ്? അവർ അവരുടെ സമ്പത്തിൻ്റെ ബാക്കി ഭാഗം, അവരുടെ ആവശ്യങ്ങൾ കഴിച്ചിട്ടുള്ള ഭാഗങ്ങൾ അവർ സ്വതക്ക കൊടുക്കുന്നു. ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് കൂടുതൽ കൂലിയുമായി അവർ പോവുകയാണെന്നുള്ളതാണ് പരാതി. ഖാല അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസദ്ദഖൂൻ. അപ്പം നബി അവരോട് ചോദിക്കുന്ന ചോദ്യം, അള്ളാഹു നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ ചില കാര്യങ്ങൾ നിശ്ചയിച്ചു തന്നത് നിങ്ങളുടെ ശ്രദ്ധയിലില്ലേ? എന്നിട്ട് അവരോട് നബി പറയണം, ഇന്നലക്കും ബികുല്ലി തസ്ബീഹത്തിൻ സ്വതക്ക. നിങ്ങൾ നിർവഹിക്കുന്ന ഏതൊരു തസ്ബീഹും സ്വതക്കയാണ്. വകുല്ലു തക്ബീറത്തിൻ സ്വതക്ക. നിങ്ങൾ നിർവഹിക്കുന്ന ഏത് തക്ബീറുകളും, അള്ളാഹു അക്ബർ എന്ന ദിക്ർ സ്വതക്കയാണ്. വകുല്ലു തഹ്മീദത്തിൻ സ്വതക്ക. അൽഹംദുലില്ലാ എന്ന് പറയുന്നത് സ്വതക്കയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സ്വതക്ക. എല്ലാ തഹ്ലീലുകളും സ്വതക്കയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് സ്വതക്കയാണ്. അംറും ബിൽ മഅറൂഫി സ്വതക്ക വനഹിയുൻ അൻ മുൻകരിൻ സ്വതക്ക. അംറും ബിൽ മഅറൂഫും നഹിയുൻ അൻ മുൻകർ. നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും സ്വതക്കയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇങ്ങനെ നബി സ്വതക്കുകളുടെ നീണ്ട നിര അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഒരു സമ്പത്ത് ദാനം ചെയ്യുന്നത് മാത്രമല്ല സ്വതക്ക, മറിച്ച് നമുക്ക് അനുവദിക്കപ്പെട്ട സമയം, അത് വലിയ വിലപിടിപ്പുള്ള കാര്യമാണ്. ആ സമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദിക്റുകളും ദുആവുകളും നിർവഹിക്കുന്നത്, അത് പടച്ച തമ്പുരാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്, മറ്റൊരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുക്കുന്നത്, ഒരു തിന്മയിൽ നിന്ന് ഒരാളെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നിർവഹിക്കുന്നത്, എല്ലാം അള്ളാഹു ഒരു നന്മയായി, സ്വതക്ക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ധർമ്മമായി, ഒരു നന്മയായി പരിഗണിക്കുകയും ആ നന്മ നമ്മൾക്ക് രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നാണ്. ആ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, റസൂലെ, ഞങ്ങളുടെ ഭാര്യമാരെ സമീപിക്കുന്നത്, ലൈംഗികമായ കാര്യത്തിന് ഞങ്ങളുടെ ഭാര്യയോട് അടുക്കൽ പോകുന്നത്, അതും അള്ളാഹു പുണ്യം നൽകുന്ന കാര്യമായി തീരുമോ? നബി പറയുന്നുണ്ട്, അതുപോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുമായി, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട നിങ്ങളുടെ സ്ത്രീകളുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും അള്ളാഹു ഒരു പുണ്യമായി നിങ്ങൾക്ക് രേഖപ്പെടുത്തും. കാരണം നിങ്ങളൊരു തെറ്റ് ചെയ്യാതെ, നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ട ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നത് ഒരു തെറ്റായി നിങ്ങൾക്ക് പരിഗണിക്കപ്പെടുകയില്ലേ? അവർ പറഞ്ഞു, അതെ, അതൊരു തെറ്റാണ്. എങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട നിങ്ങളുടെ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധം പോലും നിങ്ങൾക്കൊരു പുണ്യമായി അള്ളാഹു രേഖപ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നത്, ഏതൊരു കാര്യവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരിയായ രീതിയിൽ നിർവഹിച്ചാൽ അതെല്ലാം ഒരു ധർമ്മമായി, ഒരു പുണ്യമായി രേഖപ്പെടുത്തുമെന്ന വലിയ ഒരു നന്മയുടെ വാക്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു വന്നത്. പരിശുദ്ധ റമളാനിൻ്റെ ഈ നല്ല ദിനരാത്രങ്ങളിൽ ധാരാളമായി നന്മകൾ ചെയ്ത് ആത്മവിശ്വാസമുള്ളവരായി മാറാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.